കഴിയുമ്പോഴേ ആണീച്ചയുടെ മുട്ട കൂടുതലിടും റാണി. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാ വർഷവും റാണി പുതുക്കും. അങ്ങനെ പുതുക്കുമ്പോ നമ്മളാ പുതിയ റാണി ഉണ്ടാകാൻ വേണ്ടി സെല്ല് കട്ടയ്ക്കാൻ വേണ്ടിട്ടേ ചെയ്യുന്ന പരിപാടിയാണിത്. കെട്ടിനുള്ളൂ കണ്ടോ, ഇതാണ് സെല്ലുണ്ടാക്കണത്. ഇതായി വരുന്നുള്ളൂ ഇപ്പൊ. ഇതാ ഇവിടെ ഒരു സെല്ലായിട്ടുണ്ട് കണ്ടോ. ഇതാണ് റാണിയുടെ മുട്ട. ഇത് റാണിയുടെ മുട്ട. ഈ തള്ളി നിക്കണുണ്ടോ, ഈ പ്രൊജക്ട് ചെയ്ത് നിക്കണേ, ഇത് ആണീച്ചയുടെ മുട്ട. മറ്റതൊക്കെ വേലക്കാരീച്ചാണ്. ഇതാണ് ആണീച്ച. അതാണ്ടോ ആണീച്ച കടിക്കില്ല. അതാണ്ടോ കറുപ്പ്, ബാക്ക് കറുപ്പായും. മറ്റേതൊക്കെ വേറെ ശരിക്കും ഇതിപ്പോ ഒരു റാണി സെല്ലുണ്ട്. ഒന്ന് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് സെറ്റ് അടിച്ചു പോകും, തിരിഞ്ഞു പോകും. ഈച്ച നല്ല ഉള്ളത് കൊണ്ട് ഇങ്ങനെയാണ് നമ്മള് സീസൺ ആകുമ്പോഴേക്കും പൊട്ടിച്ചു വിടുന്നത്. ഉണ്ടാവും ഇതിൽ ഇനി കൂടുതൽ കുറെ സെല്ലുണ്ടാവും കേട്ടോ. വെള്ളത്തിലുണ്ടോ ടി വി ഉണ്ടോ കണ്ടോ കണ്ടോ, ഒരു കപ്പ് പോലെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതില് ഈ റോയൽ ജെല്ലി പറഞ്ഞ സാധനം ഉണ്ട്. ഇപ്പൊ ഈ മുട്ട ഇരിക്കണുണ്ടോ, ഈ ഒരു ചെറിയ ക്രീം കണ്ടോ, അതാണ് ഈ റോയൽ ജെല്ലി പറഞ്ഞ സാധനം. യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് പിന്നെ പ്രായം തോന്നിക്കില്ല എന്നൊക്കെ പറയണത്. ആ വളരെ കുറച്ചേ കിട്ടുള്ളൂ. നമ്മളത് കണ്ടമാനം ഉണ്ടാക്കണുള്ളത്. ഇതില് കണ്ടോ സെല്ല്, ഇതില് സെല്ലായി വരുന്നുള്ളൂ. നമ്മളൊരു സാധാ ഈച്ചനെ പോലെ കണ്ടാൽ തന്നെ നമുക്ക് മൈൻഡ് സെറ്റ് ആവില്ലേ? അതെ, ഇത് കറക്റ്റ് നമ്മൾ ഈ എടുത്ത് പരിചയം ഉണ്ടെങ്കിൽ അധികം ഈച്ച അങ്ങനെ കുത്തുന്നില്ല. ഇപ്പൊ ഈ സെല്ല് കണ്ടില്ലേ, ഈ സെല്ല് കഴിഞ്ഞ ഒക്ടോബർ 2 കൊടുത്ത പട്ടികളുണ്ട് ബിരിയാറായത്. അത് അവിടെ നിന്ന് അങ്ങോട്ട്